വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്കരപ്പയറാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 250 ഗ്രാം വൻപയർ 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ പയർ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 1/2 ടീസ്പൂൺ ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. പയറിൻ്റെ മേലെ നിൽക്കണം കേട്ടോ വെള്ളം. നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് പ്രഷർ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ശർക്കരപ്പാവ് ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. നമ്മളെ പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. ഇനി നമ്മളതിലേക്ക് അരിപ്പൊടിയും അതുപോലെ ശർക്കരപ്പാവൊക്കെ ഒഴിക്കുമല്ലോ. അതിന് ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ഞാൻ ശർക്കരപ്പാവ് 1/4 ഭാഗത്തോളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. കട്ടല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ റാഗിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഇനി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി പയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചുള്ള ശർക്കരപ്പാവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മധുരം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ പയറിൻ്റെ കട്ടിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മധുരമൊക്കെ തേങ്ങയിലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചക്കരപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ചുവന്നുള്ളി, 1 ടീസ്പൂൺ പശുനെയ്യിൽ താളിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൽ കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം. ഉള്ളി താളിച്ച് വയ്ക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. അത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളുടെ ചക്കരപ്പയർ ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.